പറയുന്നത് ദേശീയ പണിമുടക്കാണ്. പക്ഷെ ദേശീയ പണിമുടക്കെന്ന് പേരുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രം ചുരുങ്ങുകയാണ്. മുൻകാലങ്ങളിൽ നാം ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. മുംബൈയും ഡൽഹിയും അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ജനജീവിത സാധാരണഗതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഈ ബന്ദായി മാറുന്ന ഒരു കാഴ്ചയുമാണ് കാണുന്നത്. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. അത് എന്തെങ്കിലും മാറുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിടത്തോളം കാലം മാറാൻ പോകുന്നുണ്ട്. അവരുടെ ഒരു അസുഖമാണത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേണം എന്നുള്ളവരവരുടെ അസുഖമാണ്. പേരിട്ടിരിക്കുന്ന ദേശീയ പണിമുടക്ക് എന്നൊക്കെയാണ്. അതിപ്പോൾ വേണമെങ്കിൽ പി വി അൻവറിൻ്റെ ഒറ്റ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ അഖിലേന്ത്യാ പാർട്ടി എന്ന് പേരിടരുതോ, അഖിലേന്ത്യാ പാർട്ടി എന്നോ അല്ലെങ്കിൽ അഖില ലോക പാർട്ടി എന്നോ പേരിടുന്ന പോലൊരു തമാശ, ഒരു പ്രഹസനമാണിത്. വർഷാവർഷങ്ങൾ ഇങ്ങനെ നടത്തുന്ന ജനങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രയോജനം ഇന്നേ വരെ ഈ സമരക്കാർക്കോ അത് പോയിട്ട് സമരക്കാർ ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നു എന്ന് നടിക്കുന്നു അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർ ഇന്നത്തെ ഒരു ഓട്ടോയുടെ വരുമാനം കൊണ്ട് വേണം അയാൾക്ക് വീട്ടിൽ പോയി അരി വാങ്ങിക്കാൻ. സഖാക്കന്മാർ കൊടുക്കുമോ അവൻ്റെ ചിലവ്? അവർ ചിലവാക്കും. പന്തംകുളത്തിൽ പ്രകടനം നടത്താൻ അതിൻ്റെ കമ്പ് അതിൽ ഓരോരുത്തർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ പൈസ ഒക്കെ അവർ കൊടുക്കും. മൈക്ക് വെച്ച് ചെവി പൊട്ടിമാർ ഉച്ചത്തിൽ പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ. ആദ്യം കേന്ദ്ര ഗവൺമെൻറ്റിനും കോൺഗ്രസിനും എതിരെ പറഞ്ഞു. കോൺഗ്രസും കൂടി ഒപ്പിട്ട കരാർ ബിൽ എന്നും പറഞ്ഞാൽ പറഞ്ഞത്. പിന്നെ പറ്റി കോൺഗ്രസും കൂടി ഇതിന് പിന്തുണയാണെന്ന് അറിഞ്ഞപ്പോഴാണ് സഹാക്കന്മാർക്ക് ആദ്യം അത് ബോധ്യം ഉണ്ടായില്ല. പിന്നെ അത് ക്യാസറ്റൊക്കെ മാറ്റി ഇട്ടുകൊണ്ട് നാട് നീളെ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ ഉഗ്ര ഡെസിബലിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഇന്നലെ. അവിടെ ആ സ്റ്റാച്യു ജംഗ്ഷനിൽ വന്ന് കിടന്ന് തരികിട 12 മണി. നമ്മുടെ മുഖ്യമന്ത്രി നല്ല ഉറക്കത്തിലാണ് അമേരിക്ക സുഖവാസത്തിലാണ് അദ്ദേഹം. അവിടെയാണ് ഈ സമരം നടത്തി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ആശുപത്രിയിൽ പോകാതെ തമ്പാനൂർ കിടന്ന് പറയും. സ്ഥിരമല്ല, എല്ലാ വർഷവും കാണുന്നതാണിത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ പണിമുടക്കലൊക്കെ എന്താ അമേരിക്കയിൽ ഇത്ര സമരങ്ങളല്ലേ ഉണ്ടോ? അമേരിക്കയിൽ എന്ന് പറയാം, ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഈ അമേരിക്കയിൽ എന്തിനാ? മുംബൈയിലില്ലല്ലോ ഇതുപോലെ സമരം. മുംബൈയിൽ കുറച്ച് നാൾ താമസിച്ചാൽ അവിടെ ഉണ്ടായിട്ടില്ല. കൽക്കട്ടയിൽ കണ്ടിട്ടില്ല. കൽക്കട്ടയിൽ പോലും കണ്ടിട്ടില്ലല്ലോ. അവരുടെ തറവാടായിരുന്നല്ലോ അത്. ഇപ്പോൾ പുറത്താക്കപ്പെട്ടെങ്കിലും അവിടെ കണ്ടിട്ടില്ല. ഡൽഹിയിലുണ്ടോ? ഇത് കേന്ദ്രത്തിനെതിരെ. കേന്ദ്രത്തിൽ ആരെങ്കിലും ഈ സംഭവം അറിയുമോ? ഒരു ദേശീയ പത്രമെങ്കിലും റിപ്പോർട്ട് ചെയ്യുമോ? ഇത് കേരളത്തിലുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇത് കണ്ടെന്ന് നേതാക്കന്മാർക്ക് സൂചിക്കണം, ഇത്രയേ ഉള്ളൂ. ഊപമണ്ഡൂപങ്ങളിൽ ദേശീയ അഖില ലോക സമരം എന്നങ്ങ് പേരിട്ടുകൂടെ? എങ്കിൽ പിന്നെ കേരളത്തിൻ്റെ ഇപ്പോൾ കുറച്ചു മുമ്പ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. തമിഴ്നാട്ടിൽ പോലും ഇത് ബാധിച്ചിട്ടില്ല. ഷോളയാർ വനത്തിനപ്പുറം ഇത് അങ്ങോട്ട് ചെല്ലില്ല. ഷോളയാർ വനത്തിനപ്പുറം ഇത് അങ്ങോട്ട് ചെല്ലില്ല. അങ്ങനെ ഒരു സമരമാണ്. ഷോളയാറിലുള്ള ആനകൾക്കും പുലികൾക്കും ഒക്കെ വല്ല സുവർണാവസരം. നാട്ടിലോട്ട് ഇറങ്ങി വരും, ആരും കാണുകയല്ല. കാരണം ഈച്ച വിലങ്ങ് പറക്കാതല്ലേ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പേടിച്ച് വെളിയിൽ ഇറങ്ങുന്നില്ല. പേടി കൊണ്ടാണ് ആളുകളൊന്നും കട തുറക്കാതിരിക്കുന്നത്. പേടി കൊണ്ടാണ് വണ്ടികൾ ഓടിക്കാതിരിക്കുന്നത്. നമ്മൾ കണ്ടു. ഈ മന്ത്രിസഭയിൽ തന്നെ ഗണേഷ് കുമാർ നല്ലൊരു കാര്യം പറഞ്ഞു. നാളെ KSRTC ബസ്സുകൾ ഞങ്ങളിപ്പോൾ ലാഭത്തിൽ കൊണ്ടുപോകും. അതിൻ്റെ ലാഭം കെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വണ്ടികൾ പുറത്തിറങ്ങിയപ്പോഴത്തെ അവിടുത്തെ ജോലിക്കാർ ഹാപ്പിയാണ്. ജോലിക്കാർ ഹാപ്പിയാണെങ്കിൽ എന്താ വേണം? ഞാൻ ഹാപ്പി അല്ലെന്ന്. ആര്? LDFൻ്റെ കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ ഭരണഘടനാ ബാഹ്യമായ ശക്തിയാണ്. അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ സംഭവിച്ചത് ഒറ്റ ബസ് ഇറങ്ങുന്നില്ല. ഡ്രൈവറും സ്റ്റാഫെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ബസ് ഇറങ്ങിയാൽ കല്ലെറിയാൻ ചില്ല് പൊട്ടുമ്പോൾ വീണ്ടും നഷ്ടം കൂടുകയാണ് ഗണേഷ് കുമാറിന്. ചില്ല് പൊട്ടിയതിൻ്റെ പൈസ ഈടാക്കാൻ കോടതി പറഞ്ഞാൽ പറയും തൽക്കാലം അത് പതുക്കെ പോയാൽ മതി, പൈസ ഒന്നും തിരിച്ചു വാങ്ങിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി പറയും. മനസ്സിലായി? B ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ B ഗ്രേഡാണ്. CPM-കാർ അവിടെ A ഗ്രേഡാണ്. അതാണ് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം. അപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ കട തുറക്കണമെന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റുമോ? അവിടെ വന്നിട്ട് കടയെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പൈസ ഞാൻ ഉണ്ടാക്കണ്ടേ? അല്ല, ഇങ്ങനെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥികളടക്കമുള്ള കുറച്ച് സാമ്പത്തികമായി ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹമുള്ളവർ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാരുകൾ തിരിച്ചറിയുന്നില്ല? അതൊരു വിഷമവൃത്തമാണെന്നേ. പിള്ളേരങ്ങോട്ട് പോകുന്നത് മാത്രമല്ല, പിള്ളേരങ്ങോട്ട് പോകുന്നു പഠിക്കുക. അച്ചടക്കമുള്ള സംസ്ഥാനത്തേക്ക് എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കേണ്ട ആഗ്രഹിക്കുന്ന കേരളീയർ. അവർക്ക് മേലാണിത് കൊണ്ടുവരുന്നത്. കുറച്ച് നാളായിട്ട് ഈ സർക്കസ് ഇല്ലാതിരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച കാലഹരണപ്പെട്ടെന്ന് ഭരണകക്ഷി തന്നെ മനസ്സിലാക്കിയെന്ന്. ഇല്ല, ബോധനിലാവ് ഇപ്പോഴും തലയിൽ ഉദിച്ചിട്ടില്ല. ഇതല്ലെന്നേ ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. ഇങ്ങനെ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഗ്രോസ് ഇൻകം നഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രികൾക്ക് എന്തൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത്? താഴോട്ട് പോകും അവരുടെ ഗ്രാഫ്.
ഇനി വേണ്ട, അതിൻ്റെ അടുത്ത ശാഖ തുടങ്ങുവാണെങ്കിൽ ഇനി കേരളത്തിൽ വേണ്ട, പുറത്ത് മതിയെന്ന് അവരങ്ങ് തീരുമാനിക്കും. IT ഇൻഡസ്ട്രി അതിൻ്റെ ഫ്ലൈറ്റ് നടക്കും. കാരണം കേരളത്തിൽ ഇങ്ങനെ വരുന്നു. ഒരു ദിവസം അതിൻ്റെ ഒരു മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സർജറി നഷ്ടപ്പെടുന്നത് പോലെയാണ് അതിൻ്റെ. അത്യാവശ്യമായിട്ട് ബെൽജിയത്തിനോ അല്ലെങ്കിൽ ജപ്പാന് വേണ്ട, അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ കൊടുക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അന്ന് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കരാർ റദ്ദാക്കും. കാരണം ഇതെല്ലാം ഒരു ചാലക ശക്തി പോലെ പെട്ടെന്ന് നടക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടല്ല ഇവരെ ഇനി വേണ്ട, ഇവർക്കുള്ള കോൺട്രാക്റ്റ് വേണ്ട. ലോകത്ത് വേറെ IT പ്രോഡക്റ്റുകൾ കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ആർക്ക് പോയി? ഇന്ത്യയുടെ വരുമാനമാണ് കുറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്, IT പാർക്കുകൾ ഉണ്ടാക്കി വെച്ചാൽ അവിടെ നിന്നുള്ള ആൾക്കാർ ഇനി വരില്ല, വിദേശ ഇൻവെസ്റ്റേഴ്സ് വരില്ല. അവരൊക്കെ മണ്ടന്മാരല്ല. ഇതൊക്കെ പഠിച്ച് കേരളത്തിൻ്റെ പൊളിറ്റിക്സ് എങ്ങനെ മാത്രം അതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ ബാധിക്കുന്നു എന്ന് കണ്ടു പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരും. ഇനി വരില്ല. അല്ല, അങ്ങനെ പോയതാണ് ഒരാളാണ് കിറ്റക്സ്. ആന്ധ്രയിലും തെലങ്കാനയിലും പുറകെ നടക്കുകയാണ് സർക്കാർ. അവിടെ എത്ര പേർക്ക് തൊഴിൽ കിട്ടിയതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു? അതാണ് നമ്മുടെ പ്രശ്നം. ഇതാണ് ഈ കേരളം എന്ന് പറയുന്നത്. നശിച്ച കേരളത്തിലേക്ക് വരണ്ടെന്നും പറഞ്ഞ് 850 രൂപയ്ക്ക് മസാല ദേശീയം കഴിച്ചുകൊണ്ട് പിള്ളേർ ലണ്ടനിലിരിക്കുന്നത്, ന്യൂയോർക്കിലിരിക്കുന്നത്, മനസ്സിലായി. എന്നിട്ടാണ് ഇവർ പരസ്യം കൊടുക്കുന്ന F-35B സീരീസ് കേരളം കണ്ട് മതിച്ച് അവനങ്ങനെ ഇരിക്കുകയാണെന്ന്. അവന് ഒന്ന് ചിറകനക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ പറന്ന് ജന്മം ഇന്നത്തോടുകൂടി അവൻ പറക്കും. ഇന്നെനിക്ക് നോക്കിയോ, ആങ്കറിൽ കിടക്കുക, ഇന്ന് ചിറകിന് ജീവൻ വെച്ച് അവൻ പറക്കും. എനിക്ക് വേണ്ടേ ഈ പണ്ടോരം പിടിച്ച കേരളം എന്നും പറഞ്ഞ് അവൻ പറന്നു പോകും. അവനെ നന്നാക്കിയില്ലെങ്കിലും, എനിക്ക് ജീവനില്ലെങ്കിലും അവന് ചെറിയ ജീവൻ്റെ തരി, പഴുതാരയൊക്കെ ജീവൻ വെച്ച് വരും എൻ്റെ വാലറ്റെത്തുന്നു, അതുപോലെ ജീവനും വെച്ച് എനിക്കിത് വേണ്ടേ, സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഹിറ്റായ പരസ്യമാണ്. അങ്ങനെ കുട്ടിച്ചോറാക്കുകയാണ് കുട്ടി സഹാക്കന്മാരെല്ലാം കൂടി. പിന്നെ തന്നെ കഴിഞ്ഞ പണിമുടക്കിൽ ഒരു CITUകാരൻ തന്നെ ഏതോ അമ്പലത്തിൽ പോകാൻ വേണ്ടി പിള്ളേരെയും കൊണ്ടുപോയി. അതിന് എന്താ ഈ മുഖ്യമന്ത്രിയെ പോലെ 40 കാറുകളുടെ അകമ്പടി കൊടുക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഉയർന്ന ലംബോർഗിനിയോ കാറിൽ കയറി പോകാൻ പറ്റുമോ? അദ്ദേഹം ഓട്ടോറിക്ഷയിൽ തന്നെ പിള്ളേരൊന്നും ഭക്തിയല്ലേ, സഖാക്കൾക്കും ഉണ്ടാവുമല്ലോ ഭക്തി, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മെമ്പറല്ലേ, പാർട്ടി മെമ്പർമാർക്കുണ്ടായിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളെല്ലാം കൂടെ അങ്ങ് വളഞ്ഞ്, CITക്കാർ തന്നെ വളഞ്ഞ് ചേസ് ചെയ്യുമായിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ ചേസ്, ആ ഓട്ടോറിക്ഷയെ ചേസ് ചെയ്ത് കുറേ സ്കൂട്ടറുകാരും എല്ലാം കൂടെ വന്ന് അതങ്ങ് തടഞ്ഞ് അവനെ പിടിച്ചിറങ്ങി ഇങ്ങോട്ടിട്ട് അടിയോടടി. മനസ്സിലായോ? ആ സ്ത്രീകളും കുട്ടികളും ഉണ്ട്, അവരെല്ലാം കിടന്ന് അടി കൊണ്ട് പരിക്കുകൾ കാണിച്ചുകൊണ്ട് കിടന്ന് കരയുന്നു. ആശുപത്രിയിലേക്ക് പോരാ ഓട്ടോറിക്ഷയിൽ പോയി എന്നും പറഞ്ഞ് പേടിച്ച് അടിച്ച് നിലപ്പാക്കി അവിടെ തറയിലിട്ട് ചവിട്ടി ആശുപത്രിയിൽ പോയ ആൾക്കാർ. ഇതാണ് CPMൻ്റെ ചികിത്സ, രക്ഷാദൗത്യം. ഇത് നടത്തിക്കൊണ്ട് കേരളത്തിൽ ഇരിക്കുക. നാണമില്ലേ ഇവർക്ക്? ഇതൊക്കെ കാലഹരണപ്പെട്ട് കഴിഞ്ഞില്ലേ? പുതിയ മാർഗങ്ങളിലൂടെ അല്ലേ? നിങ്ങളൊന്നും അല്ലെങ്കിൽ പോട്ടെ, ജ്യോതി മൽഹോത്രയെ വിളിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ബ്ലോഗ് കൊടുക്ക് സമരത്തിന് അനുകൂലമായിട്ട്. എന്നാലും വേണ്ടല്ലോ, ജനങ്ങളെ നിങ്ങളൊന്ന് രക്ഷിക്കൂ. ജനങ്ങൾ എന്ത് പിഴച്ചു? ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടം വരുന്ന? പാവങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക്, ഒരു ദിവസത്തെ സംഘടിത തൊഴിലാളികൾക്ക്. ഇവർക്ക് ഇപ്പോൾ ഡയസ്നോൺ ഏർപ്പെടുത്തിയിട്ടുണ്ട് സെക്രട്ടറിയിലെ ജീവനക്കാർക്ക്. ചുമ്മാ അത് നിയമപരമായിട്ട് ഏർപ്പെടുത്തണം. അത് കഴിയുമ്പോൾ ചർച്ച ചെയ്തിട്ട് ഡയസ്നോൺ പിൻവലിച്ചു എന്നും പറഞ്ഞ് അവർ രഹസ്യമായിട്ട് അങ്ങ് തീരുമാനിക്കും. ശമ്പളം കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പന്തവും പിടിച്ചുകൊണ്ട് നടക്കുക സെക്രട്ടറിയേറ്റ് ജീവനക്കാർ. നാണമല്ലേ ഈ കാലഹരണപ്പെട്ട സമരവുമായിട്ട് നടക്കാൻ? ലജ്ജയില്ലേ? ചൈനയിലുണ്ടോ ഇതുപോലെ സമരം?